+2 ബയോളജി റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യം ബോട്ടണി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് റൈറ്റ് എനി 3 യൂസസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്. ഇത് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ റീകോംബിനൻറ്റ് DNA, പിന്നെ ഡിഫൈൻ പ്രൊഡക്ടിവിറ്റി, വാട്ടർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇത് 2023-24 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡിഫൈൻ പോളിനേഷൻ, പിന്നെ എക്സ്പാൻഡ് GPP ആൻഡ് NPP, നെയിം ദ എൻസൈം യൂസ്ഡ് ടു ജോയിൻ DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ RNA ടെക്നോളജി, പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇതൊക്കെ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. പിന്നെ PCR സ്റ്റാൻഡ്സ് ഫോർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇത് 2022-23 ചോദിച്ചിട്ടുണ്ട്. 24 ചോദിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ 2022-23 ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് PCR ഇൻ RNA ടെക്നോളജി, നെയിം ദ 3 സ്റ്റെപ്സ് ഓഫ് PCR. ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. ഈ പിരമിഡിൻ്റെ ക്വസ്റ്റ്യനില്ലേ, ഇത് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട്. 2022, 23, 24 റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം. പിന്നെ വിച്ച് ആർ ദ അതർ 2 എക്കോളജിക്കൽ പിരമിഡ് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അതിൻ്റെ റീസൺ ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. ഓക്കെ. പിന്നെ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഈ ഗ്രാഫ് ചോദിക്കും കേട്ടോ. അതിൻ്റെ എയും ബി എന്താണെന്നും ഈ കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ബോട്ടണിയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സോൾവ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അനലോഗസ് ഓർഗൻ ആൻഡ് ഹോമലോഗസ് ഓർഗൻ. അനലോഗസ് ഓർഗൻ ആൻഡ് ഹോമലോഗസ് ഓർഗൻ 2023 ഡിഫൈൻ ചെയ്യാനും 2024 അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വാട്ട് ഈസ് STD അല്ലെങ്കിൽ STI, അതിൻ്റെ എക്സാമ്പിൾസ് അതൊക്കെ പഠിച്ചിട്ട് പോകണം. ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ റൈറ്റ് എനി 2 പ്രിവെൻറ്റീവ് മെഷർ ഓഫ് STI അപ്പോൾ ചോദിക്കും. പിന്നെ റൈറ്റ് എനി 4 മേജർ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് വാരിയസ് സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിങ്. ഇതും റിപ്പീറ്റഡായിട്ടാണ് വന്നിട്ടുള്ളതിന്. പിന്നെ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇതൊക്കെ പഠിച്ചിട്ട് പോകണം കേട്ടോ. ക്ലിനിഫിൽറ്റർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ടൂനർ സിൻഡ്രോം, ഫീനൈൽകെറ്റോണൂറിയ. ഇതൊക്കെ ഇതിൻ്റെ കാരോടൈപ്സും ഇതിൻ്റെ സിംറ്റംസൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം ഇതും റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ഫ്ലോ ചാർട്ട് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് വെച്ചാൽ ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ് അതിൻ്റെ ഓർഡറായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ 2023-24 ഇത് കണക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് RR ആൻഡ് ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവേർഡ് RR പ്ലാന്റ്സ്. ദ F1 RR വാസ് പിങ്ക് കളർഡ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ എക്സ്പാൻഡ് ടൈംസ് IUD, SIFT, IECSI ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. പിന്നെ സ്റ്റെപ്സ് ഇൻ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. പിന്നെ ഡ്രഗ് അബ്യൂസിൻ്റെ ക്വസ്റ്റ്യൻ 2022-23 ചോദിച്ചിട്ടുണ്ട്. 24 ചോദിച്ചിട്ടില്ല. അപ്പം എന്നാലും ഡ്രഗ് അബ്യൂസ് എന്തായാലും നോക്കി വെച്ചിട്ട് പോകും. അപ്പം അത് പഠിക്കണം കേട്ടോ. പിന്നെ ഈ ഗ്രാഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഇത് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എയും ബിയും എന്താണെന്നൊക്കെ ചോദിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് പോകണം കേട്ടോ ഈ ഗ്രാഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.